ഹാരിസ് ആദമിൻ്റെ മുറിയുടെ പുറത്ത് ഭിത്തിയിൽ ചാരി കാതോർത്തു നിന്നു. ആലീസും ട്രീസയും ജിയും എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുവാൻ വേണ്ടി. എന്നാൽ ഇതേ സമയം മുറിയുടെ ഉള്ളിൽ നിന്നും ജിയുടെ കരച്ചിൽ ശബ്ദം മാത്രമാണ് ഹാരിസിന് കേൾക്കാൻ സാധിച്ചത്. ജിയെ ബെഡിലിരുത്തിയ ശേഷം ആലീസും ട്രീസയും ഇരുവശങ്ങളിലായി ഇരുന്നു ജിയെ സമാധാനിപ്പിച്ചു. ആദം സാർ എന്താ ആൻറ്റി ഇങ്ങനെ എന്നോട് എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി ഞാനൊരു കാര്യങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഓരോരോ പുതിയ ടാസ്ക് എന്ന രീതിയിൽ എനിക്ക് തരുന്നത്. ഏങ്ങലടിച്ചു കരയുന്ന ജിയെ കണ്ട് ഇരുവർക്കും വല്ലാതെയായി. ട്രീസ പെട്ടെന്ന് തന്നെ ആലീസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആലീസെ, അവിടെ ജഗ്ഗിലിരിക്കുന്ന വെള്ളം എടുത്തോണ്ടോ. അത് കേട്ടതും ആലീസ് വാതിൽ ഭാഗത്തെ ടേബിളിലിരിക്കുന്ന ജഗ്ഗിനരികിലേക്ക് ചെന്നു. ജഗ് എടുത്ത് തിരിയവേ പെട്ടെന്ന് തന്നെ ആലീസിന്റെ ഇടതുമുട്ടുകൈ വാതിലിൽ തട്ടിയതും വാതിൽ ശക്തിയായി തന്നെ അടഞ്ഞു. നാശം, എന്താ സംസാരിക്കുന്നതെന്ന് പോലും കേട്ടില്ല. അതിനു മുമ്പ് തന്നെ ആ കുട്ടിപ്പിശാച് വാതിലടച്ചല്ലോ. ആലീസ് മനഃപൂർവ്വമാണ് വാതിലടച്ചതെന്ന് വിശ്വസിച്ച ഹാരിസ് പിന്നീടൊരു സാഹസത്തിന് മുതിരാതെ അവിടെ നിന്നും പിറുപിറുത്തുകൊണ്ട് സ്വന്തം മുറിയിലേക്ക് പോയി. താഴേക്ക് ഇറങ്ങി പോകും തോറും ഹാരിസിന്റെ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്ന ആദമിന്റെ മുറിയിൽ തന്നെ ലക്ഷ്യമിട്ട് നിന്നിരുന്നു. ഇതേ സമയം വെള്ളവുമായി ജിയക്കരികിലെത്തിയ ആലീസിൽ നിന്നും ഗ്ലാസ് വാങ്ങി ട്രീസ വെള്ളം ജിയയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ദാ ഇത് കുടിക്ക്, ഞാൻ എല്ലാം നിന്നോട് പറയാം. ദാ മോളെ, ഇത് കുടിക്ക്. നീ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്, അതെല്ലാം നീ ഇനി അറിയണം. ഇനി അതെല്ലാം നിന്നിൽ നിന്നും മറച്ചു വെച്ചിട്ട് യാതൊരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം മാത്രം നിന്നോട് പറയാം. 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ് നിന്നെ ഇവിടെ ആദം കൊണ്ടുവന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഞാൻ അറിയുന്നത്. കേട്ടപ്പോൾ പലതവണ ഞാൻ എതിർത്തു നോക്കി മോളെ. പക്ഷേ നിന്റെ ഈ ആൻറ്റിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സാമച്ചായൻ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ. ട്രീസയുടെ വാക്കുകൾ കേൾക്കവേ തല കുനിച്ചു കരഞ്ഞുകൊണ്ടിരുന്ന ജിയ കണ്ണുകൾ ഉയർത്തി സംശയത്തോടു കൂടി ട്രീസയെ നോക്കുന്നു. ഇതേ സമയം തന്നെ ആലീസും എന്താണെന്ന അർത്ഥത്തിൽ നെറ്റി ചൊളിച്ചുകൊണ്ട് ട്രീസയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എൻ്റെ ആൻറ്റി, സസ്പെൻസ് ത്രില്ലർ ഇടാതെ കാര്യം ഷോർട്ടാക്കി പറ. എനിക്ക് ആൻറ്റി പറയുന്ന കേട്ടിട്ട് സത്യമായിട്ടും എൻ്റെ ഹാർട്ട് കടന്ന് പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നുണ്ട്. ആലീസിന്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ട്രീസ ഒരു ദീർഘനിശ്വാസം എടുത്ത് ആര്യൻ ട്രീസയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും വിടാതെ ജിയോടും ആലീസിനോടുമായി പറയുന്നു. കേട്ട ശേഷം ഇരുവരും കണ്ണും മിഴിച്ച് ട്രീസയെ തന്നെ നോക്കി നിന്നു. ആര്യൻ ട്രീസയോട് പറഞ്ഞത് എന്താണെന്ന് എപ്പിസോഡ് 15-16 കേൾക്കേണ്ടവർക്ക് ഒന്നുകൂടി പോയി കേൾക്കാം. ബാക്ക് ടു സ്റ്റോറി. ഇത്രയും കാര്യങ്ങളൊക്കെ ആദം സാറിൻ്റെ മനസ്സിലുണ്ടായിട്ട് പിന്നെ എന്തിനാ സാമൂലപ്പയുടെ പേരും പറഞ്ഞ് ജിയെ ഉപദ്രവിച്ചത്? ജിയുടെ പാരൻസിനെയൊക്കെ പിടിച്ചു വെച്ചത് എന്തിനാ? ഇവളോടുള്ള കാര്യം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അത് കേട്ടതും ട്രീസ മറുപടി നൽകി, ഞാനവനെ ന്യായീകരിക്കുകയല്ല, എന്നാലും പറയുകയാണ്. ജിയുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആദം ഈ മാൻഷനിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ നീ ഒരു കുഞ്ഞിനെ നൽകാൻ തയ്യാറാകുമോ? ട്രീസയുടെ ചോദ്യം കേട്ടതും ആലീസ് നെറ്റി ചൊളിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ എൻ്റെ പട്ടി ചെയ്യും. വേണമെങ്കിൽ ആദം സാറിന്റെ മരണം നോക്കി ഒരു ചവിട്ട് കൊടുത്തിട്ട് ഞാൻ ഈ മാൻഷൻ വിട്ട് നാട് കടക്കും. ആലീസിന്റെ മറുപടി കേട്ടതും ട്രീസ തുടർന്നു, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ
ജിയോടും ആദമൊന്നും പറയാതിരുന്നത് അവൻ്റെ മനസ്സിൽ എന്തോ കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ജിയെ അവൻ തിരഞ്ഞെടുത്തത് എന്താണെന്ന് മാത്രം നമുക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും ആര്യനും എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി എനിക്ക് അവനോട് അതൊന്നും ചോദിക്കാനും വയ്യ. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വയലൻ്റ് ആകും. അന്ന് തന്നെ ആര്യനെല്ലാം തുറന്നു പറഞ്ഞ സമയത്ത് ഞാൻ വല്ലാതെ ആര്യനോട് ചൂടായിരുന്നു. ഇനി അവനെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. കാര്യങ്ങളൊക്കെ ജിയോട് പറയണമെന്ന് ഒരുപാട് തവണ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ സിറ്റുവേഷൻ ഒന്നും എനിക്ക് പോസിബിളായല്ല വന്നത്. എന്തെങ്കിലും പറഞ്ഞ് ഞാനായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയ ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് എന്നും എൻ്റെ ഇച്ഛായം തന്നെയാണ്. അദ്ദേഹത്തെ വിട്ടു പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ മോളെ. ട്രീസ അവളുടെ ഭാഗം ന്യായീകരിച്ചതും ജിയ മെല്ലെ തലയുയർത്തി കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല ആൻറ്റി, എനിക്കറിയാം എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളില്ലേ. അപ്പോഴെങ്ങനെയാ ഈ എന്നെ പോലൊരു വിഡ്ഢിയെ? സാരമില്ല, കുഴപ്പമില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും എനിക്ക് സത്യങ്ങളൊക്കെ അറിയാൻ പറ്റിയാൽ, ഇല്ലെങ്കിൽ കഥയറിയാതെ ആട്ടമാടുന്ന ഒരു പെൺകുട്ടിയായി പോയേനെ ഞാൻ. പരിഭവത്തോടുകൂടി കരഞ്ഞുകൊണ്ട് പറയുന്ന ജിയയെ ഇരുവരും സഹതാപത്തോടുകൂടി നോക്കി. ആലീസ് ട്രീസയുടെ നേർക്ക് തീക്ഷ്ണമായ നോട്ടം എറിഞ്ഞതും ട്രീസ അല്പം ജാള്യതയോടെ തലകുനിച്ചു. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്തിനായിരുന്നു ഞങ്ങളോട് ഈ ചതി എന്ന രീതിയിലാണ് ആലീസ് ട്രീസയെ നോക്കി നിന്നത്. എന്നാൽ ഇതേ സമയം ആദമിൻ്റെ ഓഫീസ് ക്യാബിനുള്ളിൽ ഇരിക്കുകയായിരുന്നു ആര്യനും ആദമും. ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആര്യൻ തലയുയർത്തിക്കൊണ്ട് ആദത്തിനോട് പറഞ്ഞു, സാർ, അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യം എന്തായി? ആര്യന്റെ ചോദ്യം കേട്ടതും ഫയലിൽ കണ്ണോടിച്ചുകൊണ്ടിരുന്ന ആദം തലയുയർത്തി ആര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ, അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നുമല്ല എതിർഭാഗത്തുള്ളത്. എന്നാലും അഡ്വക്കേറ്റ് ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ നീക്കിയിട്ടും എങ്ങനെ പാളിപ്പോയി സാർ? അത് കേട്ടതും ആര്യനോട് ആദം പറഞ്ഞു, ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് മാത്രമല്ല അവർക്കും അത് നല്ലതുപോലെ ഉപയോഗിക്കാൻ അറിയാം. ചിലപ്പോൾ നമ്മൾ മനസ്സിൽ കണ്ടത് അവര് മുൻകൂട്ടി മാനത്ത് കണ്ടു കാണുമെങ്കിലോ. ആദത്തിന്റെ മറുപടി കേട്ട് നിന്നിരുന്ന ആര്യൻ വാ തുറന്ന് കണ്ണും മിഴിച്ച് ആദത്തിനെ തന്നെ നോക്കി നിന്നു. അവന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഇത്രയും വർഷങ്ങളായിട്ടും പോസിറ്റീവായി മാത്രം ചിന്തിച്ചിരുന്നൊരു മനുഷ്യൻ യാതൊരു കാരണങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിക്കാത്തൊരു സാത്താൻ എന്താണ് ഇന്നിങ്ങനെ സംസാരിക്കുന്നത്? ഇതിനു മുമ്പ് ആദം കണ്ടക്ട് ചെയ്ത ഏതെങ്കിലും ഒരു മിഷൻ ഫെയിൽഡ് ആയാൽ കാട്സിനെ മാത്രമല്ല തന്നെയും കൊല്ലാൻ മടിക്കാത്തൊരു ചെകുത്താൻ തന്നെയാണോ ഇന്നിങ്ങനെ സംസാരിക്കുന്നതെന്നോർത്ത് അവന്റെ തല പുകഞ്ഞു തുടങ്ങി. സമയം ഉച്ചയോടടുക്കാറായതും പ്രതീക്ഷിച്ചതെന്നതുപോലെ ആദം മാൻഷനിലേക്ക് 2 വ്യക്തികൾ കാറിൽ വന്നിറങ്ങി. ഗാർഡ്സുകൾ ആരെയോ ആനയിച്ചകത്തേക്ക് കൊണ്ടുവരുന്ന ശബ്ദം കേട്ടാണ് കിച്ചണിൽ നിന്നിരുന്ന ആലീസും ജിയും പുറത്തേക്ക് വരുന്നത്. ലിവിംഗ് റൂമിന്റെ സോഫയിൽ വന്നിരുന്നവരെ സൽക്കരിച്ചിരുത്തുന്ന ഗാർഡ്സുകളിലേക്ക് ഇരുവരുടെയും ശ്രദ്ധ തിരിഞ്ഞു. ആദമിന്റെ തീരുമാനപ്രകാരം രജിസ്റ്റർ ഓഫീസിൽ നിന്നും വന്നിരിക്കുന്ന സ്റ്റാഫും സഹായിയുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ജിയയ്ക്കും ആലീസിനും മനസ്സിലായി. കണ്ണീരോടുകൂടി ജിയ ആലീസിനെ നോക്കിയതും സമാധാനിപ്പിക്കും വിധം ആലീസ് ജിയയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഇതും കടന്നു പോകും. എന്തൊക്കെ സഹിച്ചു നീ, പിന്നെയാണോ ഈ ഒരു ഒപ്പ്? ധൈര്യമായിട്ടിരിക്കുമോളെ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. തലയിൽ തലോടിക്കൊണ്ട് പോസിറ്റീവായി പറയുന്ന ആലീസിനെ കണ്ടതും ജിയിൽ എന്തോ ഒരു ധൈര്യം വെച്ചതുപോലെ അവൾക്കും തോന്നി. കണ്ണീരോടുകൂടിയാണെങ്കിലും അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിയുന്നത് സന്തോഷത്തോടുകൂടി ആലീസും കണ്ടു. എന്ത് കേട്ടാലും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാ ആദം സാർ ഇങ്ങനെ ചവിട്ടി തേക്കുന്നത്. ധൈര്യമായിട്ടിരിക്കുക, എന്നെ തന്നെ കണ്ടില്ലേ? ആര്യനിച്ചതിൻ്റെ മുൻപിൽ സിംഗക്കുട്ടിയല്ലേ ഞാൻ, സിംഗക്കുട്ടി.
അവസാനം ആര്യനിച്ചാൻ തോറ്റു തുന്നമ്പടി എന്റെ കാഴ്ചൂട്ടി വന്ന് വീഴും. വീഴ്ത്തിക്ക് ഞാൻ. എന്റെ നാവിന് അത്രയ്ക്ക് പവറാ. ആലീസിന്റെ വർത്തമാനം കേട്ട് നിന്നിരുന്ന ജിയ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കവെയാണ് ട്രീസ അരികിലേക്ക് വരുന്നത്. ലിവിംഗ് റൂമിൽ സോഫയിലിരിക്കുന്ന രണ്ട് വ്യക്തികളെയും ശ്രദ്ധിച്ചുകൊണ്ട് വരുന്ന ട്രീസ നേരെ വന്നത് ആലീസിന്റെയും ജിയയുടെയും അരികിലേക്കാണ്. അപ്പോഴാണ് ആലീസിന്റെ നാവിൽ നിന്ന് ഇത്തരത്തിലുള്ള വർത്തമാനം ട്രീസയും കേൾക്കാനിടയാകുന്നത്. ഈ കാര്യത്തോട് ഞാനും യോജിക്കുന്നു. ജിയെ പോലെയല്ല എന്തായാലും എൻ്റെ ആലീസ് മോള്. ആ കാര്യത്തിൽ ആര്യനെ വരച്ച വരയിൽ നിർത്തും. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ ആലീസ് മോളെ. നിന്റെ ഈ സ്വഭാവം ജിയ കാണിച്ചിരുന്നെങ്കിൽ ജിയ എന്നേ പരലോകത്തെത്തിയേനെ. അത്രയും നേരം അഭിമാനം കൊണ്ട് പുളകിതയായിരുന്ന ആലീസ് ട്രീസയുടെ ഈ ഒറ്റ വാക്കിൽ കാറ്റുപോയ ബലൂൺ പോലെയായി. ട്രീസാമ്മേ, ഓന്ത് പോലും ഇങ്ങനെ നിറം മാറില്ല. പരിഭവത്തോടു കൂടിയുള്ള ആലീസിന്റെ പറച്ചിൽ കേട്ട് ട്രീസയും ജിയയും ചിരിച്ചു. പെട്ടെന്ന് തന്നെ ട്രീസ ആലീസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഒരു നഗ്നമായ സത്യം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പഠിക്കണം മോളെ. വല്ലാത്തൊരു നഗ്നമായ സത്യമായിപ്പോയി. പറഞ്ഞുകൊണ്ട് ആലീസ് തിരിയവെയാണ് ആദത്തിന്റെ മെഴ്സിഡീസ് ബെൻസ് ആദം മാൻഷന് മുന്നിലെത്തിയത്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങുന്ന ആദത്തിനെയും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങുന്ന ആര്യനെയും ലിവിംഗ് റൂമിലിരുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ജിയയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു വെപ്രാളം അനുഭവപ്പെട്ടു. അത് ട്രീസയും നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജിയയ്ക്ക് ധൈര്യം നൽകുന്നത് പോലെ അവളുടെ കൈകളെ ട്രീസയുടെ കൈകൾ അമർത്തിപ്പിടിച്ചു. പെട്ടെന്ന് തലചരിച്ചു നോക്കിയ ജിയയെ കണ്ണുകൊണ്ടൊന്നുമില്ല എന്ന രീതിയിൽ സമാധാനിപ്പിച്ചുകൊണ്ട് ട്രീസ മെല്ലെ ആദത്തിനരികിലേക്ക് നടന്നു. വന്നിരുന്ന അതിഥികളെ ശ്രദ്ധിച്ചുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് കയറി വന്ന ആദം പ്രതീക്ഷിക്കാതെയാണ് ട്രീസയെ മുന്നിൽ കാണുന്നത്. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ആദം ജോൺ സാമുവൽ എന്ന് പറഞ്ഞുകൊണ്ട് ട്രീസ ആദത്തിന് നേരെ ഷേക്ക് ഹാൻഡിനായി കൈനീട്ടിയതും നിർവികാരതയോടെ നിന്നിരുന്ന ആദം പെട്ടെന്ന് തന്നെ തൻ്റെ ഇരു കൈകളും പാൻസിന്റെ പോക്കറ്റിലിട്ടുകൊണ്ട് അല്പം അഹങ്കാരത്തോടുകൂടി ട്രീസയെ നോക്കി നിന്നു. ഇങ്ങനെയൊരു പ്രവൃത്തി കണ്ട ആര്യൻ ഒന്നും മിണ്ടാതെ ഇരുവരെയും മാറി മാറി നോക്കി. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു എന്ന മുഖഭാവത്തോടുകൂടി പുച്ഛത്തോടെ ട്രീസ പറഞ്ഞു, എത്രയൊക്കെ ജോൺ സാമുവലിന്റെ മകനാണെന്ന് പറഞ്ഞാലും ആ ലിസയുടെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ നീ. പ്രതീക്ഷിച്ച് തന്നെയാടാ നിന്റെ നേരെ കൈ ഞാൻ നീട്ടിയത്. ഉച്ചത്തോടുകൂടി മുഖം കൂട്ടിക്കൊണ്ട് ഒരു വശത്തേക്ക് മുഖം തിരിക്കുന്ന ട്രീസയെ ദേഷ്യത്തോടുകൂടി ആദം നോക്കി നിന്നു. തന്റെ ദേഷ്യത്തെ കൈമുഷ്ടിയിൽ ചുരുട്ടി പല്ലിൽ കടിച്ചമർത്തിക്കൊണ്ട് ആദം രൂക്ഷമായി തന്നെ ട്രീസയെ നോക്കി. അത് കണ്ടു നിന്ന ട്രീസ പെട്ടെന്ന് തന്നെ ആദത്തിന് നേരെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു, ആദം ജോൺ സാമുവലിന് ദേഷ്യം കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുമല്ലേ? വെരി ഗുഡ്. എന്നാലൊരു മനുഷ്യന് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ പരിധികൾ ഉണ്ടാകും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് തൻ്റെ വിവാഹം ആർഭാടമായി നടത്തുക എന്നത്. അത് പണത്തിനും പൊന്നിനും വേണ്ടിയൊന്നുമല്ല. അതൊന്നും നിന്നെപ്പോലുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാകണമെന്നുമില്ല. അറ്റ്ലീസ്റ്റ് അവളുടെ അച്ഛനെ അമ്മേനെങ്കിലും ഇതൊന്ന് അറിയിക്കാനുള്ള മനസ്സ് നീ കാണിക്കുക. കഴിയുമെങ്കിൽ ഈ ഒരു ചടങ്ങിനെങ്കിലും അവരെയെങ്കിലും ഒന്ന് പങ്കെടുപ്പിക്കുക. സ്വന്തം മകൾ വിവാഹശേഷമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയതെന്നെങ്കിലും ഓർത്ത് അവരൊന്ന് സമാധാനിക്കട്ടെ. പറഞ്ഞുകൊണ്ട് ട്രീസ പിന്തിരിഞ്ഞു പോകാൻ ശ്രമിക്കവെയാണ് ആദം മാൻഷന് മുന്നിലേക്ക് പെട്ടെന്ന് മറ്റൊരു കാർ വന്ന് നിൽക്കുന്നത്. ആരാണെന്നറിയുവാൻ വേണ്ടി ട്രീസയും ആകാംക്ഷയോടെ അങ്ങോട്ട് തന്നെ നോക്കി. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന രണ്ട് സ്ത്രീകളിൽ മൂടേനായ ഒരു സ്ത്രീയും അവർക്ക് പിന്നിലായി രണ്ട് വലിയ സ്യൂട്ട് കേസും പിടിച്ചുകൊണ്ട് വരുന്ന മറ്റൊരു സ്ത്രീയെയും ലിവിംഗ് റൂമിൽ നിന്നിരുന്ന എല്ലാവരും ശ്രദ്ധിച്ചു. പെട്ടെന്ന് തന്നെ ആദം ആര്യനെ നോക്കി പറഞ്ഞു, ആര്യൻ. യെസ് സർ. പെട്ടെന്ന് തന്നെ ആര്യൻ പിന്നോട്ട് നീങ്ങി നിന്ന് വന്നവരെ ആനയിച്ചു.
അവരെയും കൊണ്ട് അകത്തേക്ക് കയറി ആദമിന്റെ റൂമിലേക്ക് പോകാൻ ശ്രമിക്കവേ പെട്ടെന്ന് ആര്യൻ തിരിഞ്ഞു നിന്ന് ജിയയുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ജിയയോടും ആലീസിനോടുമായി പറഞ്ഞു. ജിയ, ആലീസ്, വാ. വരാൻ കൈ കാണിച്ചുകൊണ്ട് അവരെയും കൂട്ടി ആര്യൻ മുകളിലത്തെ മുറിയിലേക്ക് നടന്നു. ഇതേ സമയം കാര്യം മനസ്സിലാകാതെ ജിയും ആലീസും മുഖത്തോട് മുഖം നോക്കിയതിനു ശേഷം സംശയത്തോടുകൂടി മുന്നോട്ട് നടന്നു. ഭയത്തോടുകൂടി ഇരുവരും കൈകോർത്ത് മുകളിലേക്ക് പോകുന്നതിനോടൊപ്പം തിരിഞ്ഞ് ട്രീസയെയും നോക്കുന്നുണ്ടായിരുന്നു. ആലീസിന്റെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നത് ജിയയ്ക്ക് അനുഭവപ്പെട്ടു. സംശയത്തോടുകൂടി ജിയ ആലീസിന്റെ മുഖത്ത് നോക്കി, ഇതാണോ നിന്റെ ധൈര്യം എന്ന അർത്ഥത്തിൽ ചുണ്ടു ചുളുക്കി. പേടിയൊന്നുമില്ല, എൻ്റെ ഇച്ഛായനുണ്ടല്ലോ. പക്ഷേ അങ്ങേരുമായിട്ട് ഇന്ന് ചെറുതായിട്ടൊന്ന് ഉടക്കിയത് കൊണ്ടേ എവിടുന്നാ പണി തരുന്നതെന്ന് പറയാനാവില്ല. ആ ഒരു ധൈര്യക്കുറവ്, വേറൊന്നുമില്ല, നീ നടക്ക്. പറഞ്ഞുകൊണ്ട് ഇരുവരും ആദത്തിന്റെ റൂമിന് മുന്നിലെത്തിയതും കണ്ടു. ഇരുവരെയും പ്രതീക്ഷിച്ചെന്നതുപോലെ നിൽക്കുന്ന ആ രണ്ട് സ്ത്രീകളും ഒപ്പം ആര്യനും. പെട്ടെന്ന് തന്നെ ആര്യൻ ജിയയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, സലൂണിൽ നിന്നും ജിയെ ഒരുക്കാമെന്ന 2 സ്റ്റാഫാ, ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളാ. വേഗം ജിയ റെഡിയാവ്. വെഡിങ് ഡ്രസ്സൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ആലീസെ, ജിയെ ഒന്ന് ഹെൽപ്പ് ചെയ്. പതറിച്ചയോടെ ജിയയുടെ മുഖത്ത് പോലും നോക്കാതെ പറയാനുള്ളത് പറഞ്ഞൊപ്പിച്ചതിന് ശേഷം ആര്യൻ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഇറങ്ങി താഴേക്ക് പോയി. ഇത് ഇരുവരും ശ്രദ്ധിച്ചിരുന്നു. കണ്ണീരോടുകൂടി ജിയ അവർക്ക് നേരെ തിരിഞ്ഞു. ആലീസ് ഈ സമയം കൊണ്ട് ആദമിന്റെ റൂമിന്റെ വാതിൽ അടച്ചു. അരമണിക്കൂറിന് ശേഷം റെഡിയായി തലകുനിച്ച് പടവുകൾ ഇറങ്ങി താഴേക്ക് വരുന്ന ജിയയെ താഴെ നിന്നിരുന്നവർ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് കാലിന്മേൽ കാലും കയറ്റി വെച്ച് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആദം മറ്റുള്ളവരുടെ ശബ്ദം കേട്ടാണ് തലയുയർത്തി സ്റ്റെയറിന്റെ ഭാഗത്തേക്ക് നോക്കുന്നത്. ജിയയെ കണ്ടതും അവന്റെ കണ്ണുകൾ ഇപ്പോൾ മിഴിഞ്ഞു പുറത്തേക്ക് വരുമെന്നതുപോലെയായി. ആദ്യമായാണ് ജിയയെ ഇത്ര ഭംഗിയോടെ അവൻ കാണുന്നത്. മുഖത്ത് ചമയങ്ങളോടെ മുടി വിടർത്തിയിട്ട് ഗ്രീൻ ആൻഡ് പിങ്ക് കോംബോയിലുള്ള ധാവണിയും ഉടുത്ത് യാതൊരുവിധ സന്തോഷവുമില്ലാതെ തലകുനിച്ച് പടവുകൾ ഇറങ്ങി വരുന്ന ജിയയെ ആദം കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആദം മാത്രമായിരുന്നില്ല, അവിടെ നിന്നിരുന്ന മറ്റുള്ളവരെല്ലാം അവളുടെ സൗന്ദര്യത്തെ നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. സന്തോഷത്തിൽ ട്രീസയുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു. പടവുകൾ താഴേക്കിറങ്ങിയ ജിയ കണ്ണുകൾ ഉയർത്തി നോക്കിയതും അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഞെട്ടലോടെ കണ്ണുകൾ വിടർത്തി അവൾ മുന്നോട്ട് നോക്കി നിന്നു.